സാറിന് എം കെ കണ്ണനെ ഓർമ്മയുണ്ടാകുന്ന ഞാൻ തീർച്ചയായിട്ടും. എം കെ കള്ളൻ എന്നാണോ ചോദിച്ചാൽ എം കെ കള്ളൻ എന്നാണ് വിളിക്കേണ്ടത്, പക്ഷെ കണ്ണൻ എന്നാണ് പേര്. പിന്നെ ഫേമസ് അല്ലേ അദ്ദേഹം. കപ്പലണ്ടി വ്യാപാരം നടത്തിയിരുന്ന ആള്, ഒരു നാൾ കോടീശ്വരൻ. കപ്പലണ്ടിക്കാർക്ക് ഒരു മാതൃകാ പുസ്തകമാണ് അദ്ദേഹം. കണ്ടുപിടിക്കണം കോടീശ്വരനായി. ഞാനിപ്പോ പറയാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുരാരി ബാബുവിന്റെ ഒരു ജീവചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എം കെ കണ്ണനോട് സാമീപ്യമുണ്ട്. കണ്ണൻ അദ്ദേഹം മുരാരി ബാബുവിന്റെ മുമ്പ് എന്താണ് കണ്ണൻ? ഒന്നുമല്ല. പക്ഷെ വന്ന രീതിയുണ്ടല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് കോടികളുടെ തേക്കിന്റെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന ഭവനത്തിനെ പറയാം. കണ്ണൻ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കണ്ണൻ പിന്നെ മുരാരി ബാബുവിനെ കണ്ടിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചിരുന്നുവെങ്കിൽ, ജവഹർലാൽ നെഹ്റു പണ്ടൊരിക്കൽ ചെന്നൈയിൽ പോയപ്പോൾ സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേട്ടിട്ട് അവരോട് പറഞ്ഞതുപോലെ പറഞ്ഞു, ഹൂ ആം ഐ എ മിയർ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദിസ് ക്യൂൻ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞതുപോലെ, ഓ വാട്ട് എ കള്ളൻ ഐ ആം സീയിങ്, ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ എലി മാത്രമാണ്, ചുണ്ടലി മാത്രമാണെന്ന് പറഞ്ഞു പോയതിന്. ആനയുടെ മുമ്പിൽ ചുണ്ടലി പോലെ. അതാണ് മുരാരി ബാബു എന്നൊരു പ്യൂണായിട്ടിരുന്ന മനുഷ്യൻ, കേവലം ഒരു ശിപായി ആയിട്ടിരുന്ന മനുഷ്യൻ ഉയർന്നു വന്നിട്ട് ദേവസ്വം, അവിടെ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ട് ഉയർന്നത്. അവിടുത്തെ കമ്മീഷണറായിട്ട് ഉയർന്നു എന്ന് മാത്രമല്ല, ആ അമ്പലം മുഴുവൻ, അമ്പലം വിഴുങ്ങിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ദേവസ്വം ബോർഡ് മുഴുവൻ വിഴുങ്ങിയ മഹാനായിട്ടുള്ള കേരളീയൻ, നമ്മുടെ അഭിമാന പത്രമാണ് അദ്ദേഹം. മുരാരി കുറച്ച് കാണരുത്. 3 കോടിയിലധികം വില മതിക്കുന്ന, പണ്ടത്തെ കാലത്ത് 3 കോടി ചിലവാക്കി, ഇപ്പം അതിന് 300 കോടിയോളം വില വരും. തേക്കിൽ നിർമ്മിതമായിട്ടുള്ള, തേക്കിലും ചന്ദനത്തിലും കാണും. ശബരിമലയിൽ നിന്ന് തന്നെ ചന്ദനം കൊണ്ടുവന്ന് കാണും വീടിന്. എന്നും മണം വരുമല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന്, കള്ളത്തിൻ്റെ നാറ്റം മാറ്റാൻ. അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങളും ഉയർത്താലും മാറാത്ത നാറ്റമുള്ള ആ വീടിന് സുഗന്ധം വരുത്താൻ ശബരിമല ചന്ദനം ഉപയോഗിച്ച് കാണും. ആ ചന്ദനം ഉപയോഗിച്ചുള്ള വീട് പെരുന്നയിലുണ്ട്. അതിന് തേക്കിന്റെ കൊട്ടാരമാണ്. ഒരു 300 കോടി വില മതിക്കും ഇപ്പോഴത്തെ കാലത്തെന്നാണ് പറയുന്നത്. പ്യൂണായിട്ടിരുന്ന പ്യൂണായിരുന്നു ഇദ്ദേഹം. എന്നിട്ട് അവിടെ നിന്ന് ഈ ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം എന്താ പറയാ, ആദ്യം വാച്ചറായിട്ട് ജോലിക്ക് കയറി. പിന്നെ ഇതിനിടെ പോലീസിൽ ജോലി കിട്ടുന്നുണ്ട്. ജോലി കിട്ടിയപ്പോ ഈ പോലീസ് മുറ കണ്ട് അതിനുള്ള എന്താ പറയാ കഴിയല്ല, അലസനായര് ഇതൊന്നും കഴിയല്ല, അസുഖം കൂടി ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അത് ഉപേക്ഷിച്ച് പോയ ഈ കടുത്ത പരിശീലനം ഒന്നും എടുക്കാൻ വയ്യാതായപ്പോഴേക്കും തിരിച്ചു പോന്നു. അപ്പോ തിരിച്ചെത്തിയിട്ടുള്ള ഈ മുരാരിക്ക് ഈ ഭാസ്കരൻ നായർ തന്നെയാണ് തുണയൊരുക്കിയത്. അതെ, ഈ ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു ആര്? ഈ മുരാരി ബാബുവിന്റെ കൊച്ചച്ഛൻ. മുരാരി ബാബുവിന്റെ അച്ഛന് പെരുന്നയിലൊരു ചെറിയൊരു പലചരക്ക്, പിന്നെ പച്ചക്കറി കച്ചവടം, ചെറിയ കട. അപ്പൊ അതൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ആകുലതകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചച്ഛൻ ഭാസ്കരൻ നായരോട് പറഞ്ഞു, ആ വയ്യ, സാധാരണ പട്ടിണി പാവാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേറ്റുന്നത്. അപ്പൊ ഈ ഭാസ്കരൻ നായർ എന്ത് ചെയ്തു? പിൻവാതിൽ നിയമനത്തിലൂടെ മുരാരിനെ ദേവസ്വം ബോർഡിലേക്ക് വലിച്ചു കയറ്റി. പിന്നെ അങ്ങോട്ട് വച്ചടി കയറ്റാണ്. അതാണ്. അയാളിപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മാറിയേനെ. ഭാഗ്യത്തിന് അയ്യപ്പനൊന്നും ഇടപെട്ടു. അതെ, ഇതിങ്ങനെ പോയാൽ പറ്റില്ല. അതെ, കുറച്ചൊക്കെ കണ്ണടയ്ക്കും അയ്യപ്പൻ. കയറി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നാൽ പിന്നെ ശബരിമല അമ്പലം കൂടെ അടിച്ചു മാറ്റും. അതിൻ്റെ മേൽക്കൂരയും ആരൂടോ എല്ലാം കൊണ്ടുപോയി പെരുന്നയിലെ വീട്ടിൽ കൊണ്ട് വെക്കുന്ന ഈ അമ്പല കൊള്ളക്കാരെ, കാർട്ടലിൻ്റെ ഭാഗങ്ങളെ അയ്യപ്പൻ തിരിച്ചറിഞ്ഞു, സമയത്തിന് പറഞ്ഞു. അല്ല ഏഷ്യാനെറ്റൊന്നും അല്ല, അവർ പറഞ്ഞു ഞങ്ങളാ കൊണ്ടുവന്നത്, ഇത് അയ്യപ്പൻ്റെ ഓരോ കളികളാണെന്നേ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷേ SITക്ക് ഇതിലെ ചില ആളുകളുമായിട്ട് ഇപ്പോൾ ബന്ധമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സേഫായിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. ഇയാൾ നാട് കടക്കത്തില്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇയാളെ ഇപ്പം വിടാൻ പാടുണ്ടോ? മനസ്സിലാവുന്നില്ല. മുരാരി ബാബുവിനെ ഒന്ന് തടവിയ ശേഷം വീണ്ടും കൊണ്ട് വീട്ടിലാക്കും. പിന്നെ എങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഇവർ പറഞ്ഞ ആൾക്കാരെ വല്ലതും ഇതുവരെ ചോദ്യം ചെയ്തു? എത്ര ആഴ്ചയായി ചോദ്യം ചെയ്യാൻ ഇത്രയൊക്കെ സമയം എടുക്കണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് കാരണം ഒരു പാവം പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ഒരു ആളുണ്ട്. പോലീസ് മുഖ്യമന്ത്രി കനിഞ്ഞെങ്കിലേ പ്രൊമോഷൻ കിട്ടും. ഇതിൽ വേറൊരു കാര്യം കൂടി പറയാൻ, വെങ്കടേഷ് IPS. ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ പോറ്റി ഉണ്ടല്ലോ, പോറ്റിയുടെ സാമ്പത്തിക കരുത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അത് ബംഗളൂരുവിലുള്ള ഒരു മലയാളി ബന്ധമൊക്കെ ഉള്ള സ്വർണ്ണ വ്യാപാരിയാണ്. ഈ പോറ്റിയുടെ പിന്നിലുള്ള കരുത്ത് എന്ന് ബെല്ലാരി രായ ആണോ? ബെല്ലാരി രായ
അത് ആരാണ് എന്നുള്ളത് പുറത്തേ വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, ഈ ഒരു സ്വർണ്ണ വ്യാപാരിയാണ്, അത് ബെല്ലാരി രാജ തന്നെയാണോ എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട് നിരവധി വഴിപാടുകളും നേർച്ചകളും ഒക്കെ പോറ്റി നടത്തും. കാരണം ഇയാളുടെ ആയുരാരോഗ്യമാണല്ലോ പോറ്റിയുടെ അഭിവൃദ്ധി. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇതൊക്കെ നടത്തുമായിരുന്നു. പക്ഷെ ഈ പറയുന്ന സ്വർണ്ണ വ്യാപാരിക്കെതിരെ ആരും ഇതുവരെ മൊഴി കൊടുത്തിട്ടില്ല. പോറ്റി പോലും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, ഇത് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുള്ള വിവരമാണ്. അപ്പോ വേറെ ആരും ഇയാളെ കുറിച്ച് മൊഴി കൊടുക്കുന്നില്ല. അങ്ങനെ മൊഴി കൊടുക്കാതെ വരുമ്പോ പിന്നെ ഇയാളിലേക്ക് അന്വേഷണം പോവില്ലല്ലോ. നല്ല അടിയും ചവിട്ട് കൊടുക്കണം, മൂന്നാം മുറ അങ്ങ് പ്രയോഗിക്കണം. അപ്പൊ വഴിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അതല്ല വേറെ മാർഗമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ, പ്രജിത പറഞ്ഞ പോലെ, ഇദ്ദേഹം കുടിലിൽ നിന്ന് കുട്ടാരത്തിലേക്ക് വളർന്നു വന്ന ആൾ, അത് മനസ്സിലാക്കാം. മോട്ടിച്ചെടുത്ത പണം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിലെ ഒരു പ്രൊമോഷന്, ഒരു പ്യൂണിന്, ഒരു വാച്ചർക്ക് അല്ലെങ്കിൽ ഒരു അറ്റൻഡർക്ക് എങ്ങനെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് ആവാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ കമ്മീഷണർമാരുടെ എല്ലാം യോഗ്യത ഇത്രയേ ഉള്ളൂ. കുറ്റമല്ല ഇവിടെ മോഷണം നടക്കുന്നത്. ഇങ്ങനെയുള്ള കമ്മീഷണർമാരെന്നാൽ ഇതും നടക്കും, ഇതിനപ്പുറവും നടക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം CPM ഭരണകാലത്ത് തന്നെയാണോ അതോ UDF ഭരണകാലത്ത് ഉണ്ടോ എന്നുള്ളത്. ഈ മുരാരി ബാബുവിന്റെ കാര്യമൊക്കെ വരുമ്പോഴേക്കും ഇവിടെ ഈ പെരുന്നയിലാശാനും ശബ്ദമൊന്നുമില്ല. പെരുന്നയിലാശാൻ മിണ്ടാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ മിണ്ടാതിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ആ മിണ്ടാതിരിക്കുന്നത്? ഇയാളെ പുറത്താക്കി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാസ്കരൻ നായർ എന്ന് പറയുന്നത് ആരാണെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പോൾ ഇയാൾ വഴി ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ, ഇയാൾക്ക് ഇത്രയും പ്രമോഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ കാലയളവിലായിരുന്നു? ഇതെല്ലാം അന്വേഷണ വിധേയമാകണം. അപ്പൊ അവിടെ മുതലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വന്നാൽ, ശ്രീകോവിലിലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ദുഷ്ടനെ ആര് നിയമിച്ചു ഇതറിയണം. അതെ, അതറിയണം, സ്വാഭാവികമായി അതറിയണം. ഞാൻ പറയുന്നത് മുരാരി ബാബുവിനെ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, വാച്ചറായിരുന്നു. വാച്ചറായി വന്നയാളെ ശരി ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ അയാൾക്ക് വാച്ചറാവാം, വാച്ചറായിട്ട് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് കൊടുക്കാം. നേരെ ചൊവ്വേ ഉണ്ടായതല്ലത്, നേരെ ചൊവ്വേ നടന്ന പ്രൊമോഷൻ അല്ലത്. അല്ല, അപ്പൊ ഇവൻ എന്തോ കൊടുത്തിട്ട് സ്വാധീനിച്ചിട്ട്, അപ്പൊ നീ അവിടെ പോയി മോട്ടിച്ചോ, ഇത് ഞങ്ങൾക്ക് തന്നതിന് പകരം ആരും അനുമതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശബരിമല അയ്യപ്പനെ പെരുവഴിയിലെ ചെണ്ടയാക്കി മാറ്റിയ തെണ്ടി, ആ വാക്യം അനുഭവിക്കുക. അതിൽ കൂടിയ ഒരു, അതിലും പിന്നെ ഉയർന്ന ഒരു പദം ഉപയോഗിക്കാനില്ല. അവരെ പിടിച്ചകത്താക്കണം. ഒരു സംശയം വേണ്ട, ഇത് അമ്പലത്തിൻ്റെ മുതൽ ഇങ്ങനെ കാട്ടിനകത്തുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞ് മോട്ടിച്ചവന്മാരെ മുഴുവൻ യാതൊരു ബഹുമാനവും യാതൊരു ദാക്ഷിണ്യവും അർഹിക്കാതെ അവരെ മുഴുവൻ പിടിച്ച് ജയിലിനകത്തിടണം. അതാണ് ശിക്ഷ. അല്ലാതെ കൊണ്ടുവന്ന് വീട്ടിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് കള്ളം ചെയ്തെന്നറിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുപോകുക, അതിലും കാര്യമില്ല. അവരെ ഏത് വഴിക്ക് പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രജിത പറഞ്ഞ പോലെ 1998 മുതലുള്ള അന്വേഷണങ്ങൾ നടക്കണം. ഇപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ ദേവസ്വം മന്ത്രിമാർക്ക് രാജിവെക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ മന്ത്രി രാജിവെച്ചേ മതിയാവൂ. കാരണം അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഒരു തീവട്ടിക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നടന്നിരിക്കുന്നത്. ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുവരികയും ചെയ്ത പരിപാടികൾ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതുമായിട്ടുള്ള ഗോവർദ്ധനുണ്ടല്ലോ, പോറ്റിയുടെ സ്പോൺസർ ആയിട്ടുള്ള രമേശ് റാവുവും ഗോവർദ്ധനും ഒക്കെ ചേർന്നിട്ട് ഒരു കാര്യം പറയുന്നത്, അതായത് ചെന്നൈയിൽ നിന്ന് ഇവര് വേർതിരിച്ചെടുത്തല്ലോ സ്വർണം, കുറച്ച് അടിച്ചു മാറ്റി. അപ്പൊ ഈ വേർതിരിച്ചെടുത്തിട്ടുള്ള സ്വർണം ഗോവർദ്ധന് വിറ്റു. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് വിദഗ്ധനെ എത്തിച്ചിട്ട് ഈ സ്വർണം വേർതിരിച്ച് അത് പൂശിയതിന് ശേഷം ബാക്കി സ്വർണം പോറ്റിക്ക് തന്നെ ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയും സ്വർണം അവിടെ ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇപ്പൊ ആളുകൾ കൊടുത്ത സ്വർണ്ണമെല്ലാം പോയിട്ടുള്ളത് അയ്യപ്പനിലേക്കല്ല പോയിട്ടുള്ളത്, സ്വാമി അയ്യപ്പനിലേക്കല്ല. സ്വാമിയെ ശരണമയ്യപ്പ പോയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ്. ഇടയ്ക്ക് ഒരു എലി വന്ന് കരണ്ട് നിന്നത് മുഴുവൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അത് തീർച്ചയായിട്ടും അവിടെ ഒരു അശുദ്ധി വരുത്തിയിട്ടുണ്ട്. ആ ശുദ്ധി കലശം നടക്കണം അവിടെ. ഇവന്മാരെ എല്ലാം അടിച്ച് പുറത്താക്കിക്കൊണ്ട് ശുദ്ധി കലശം, ഭക്തന്മാരായിട്ടുള്ള അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഇരുമുടി കെട്ടുമായിട്ട് 41 ദിവസത്തെ വ്രതമെടുത്ത് അയ്യപ്പൻ്റെ പേര് ജപിക്കുന്ന ആൾക്കാർ വേണം. ഭരിക്കാനും അങ്ങനെയുള്ളവർ വേണം. അല്ലാതെ അവിടെ ശബരിമല സന്നിധാനത്തിൽ നിന്ന് കയ്യും കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ മട്ടിലുണ്ട് എബൌട്ട് ടേണും വിശ്രാമും ആരാമും റോസ് നിൽക്കുന്ന മന്ത്രിമാരല്ല അവിടെ ആവശ്യം. അയാളുടെ ആവശ്യമില്ല. അവരൊക്കെ അങ്ങ് വേറെ കാര്യങ്ങളൊക്കെ ഭരിച്ചാൽ മതി. CPMൻ്റെ കാര്യം നോക്കിയാൽ മതി, അമ്പലത്തിൻ്റെ കാര്യം നോക്കണ്ട. അത് ഭക്തന്മാരോടുള്ള ഒരു അവഹേളനമാണ്. നിങ്ങൾ പോവുകയാണോ അവിടെ തൊഴണം,
തീർത്ഥം തരുവാണ്, അത് കഴിക്കണം, ആചാരം പാടി. ഞാൻ ഹസ്രത്ത് ബാൽ പള്ളിയിൽ പോയിട്ടുള്ളതാണ്, അവിടുത്തെ ആചാരങ്ങളെല്ലാം പാലിച്ചിട്ടുള്ളതാണ്. ഞാൻ പിന്നെ ഇവരുടെ റമദാൻ സമയത്താണെന്ന് തോന്നി ഈ കഞ്ഞി ഉണ്ടല്ലോ, പള്ളിയിൽ കഞ്ഞി കൊടുക്കുമല്ലോ, പോയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, അവരുടെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അതുപോലെ പാതിരാക്കൂർ മാല ഉണ്ടല്ലോ, ക്രിസ്മസ് സമയത്ത് നടക്കും, പുതുവർഷത്തിന് മുമ്പ്, അവിടെ പോയിട്ടുണ്ട്. അവരുടെ ആചാരം പാലിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് എഴുന്നള്ളരുത്, വേറെ ആളിനെ വിടണം, ഭക്തിയുള്ള ആൾക്കാരെ വിടണം. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഈ വിശ്വാസ വഞ്ചന നടത്തുന്ന പോലെ തെറ്റാണ്. ഒരു വിശ്വാസിയുടെ സന്നിധാനത്തിൽ കയറിയിട്ട് അവിടെ ആചരിക്കേണ്ട ആചാരങ്ങൾ നടത്താതെ നിങ്ങൾ മന്ത്രിയാണെങ്കിൽ പുറത്തു നിന്നോളൂ, ഭക്തനാണെങ്കിൽ മാത്രം അകത്ത് കയറൂ. അതും കൂടെ വേണം. ഹിന്ദുക്കൾ ഒരു മതത്തിൻ്റെ ആചാരങ്ങളെ മുഴുവൻ അവിടെ അപലപിക്കുക. അതിനെ അതൊരു കുറവായിട്ടും നാണക്കേടായിട്ടും തോന്നുന്നവരങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഒരു പ്രോട്ടോക്കോളും ഇല്ല, അങ്ങനെ ഒരാവശ്യമില്ല അതിന്. അങ്ങനെയുള്ള ആളുകൾ വഴിഞ്ഞ് ഞങ്ങളെ അപമാനിക്കരുത്, ഭക്തന്മാരായിട്ടുള്ള ഞങ്ങളെ അപമാനിക്കുകയും ചെയ്യരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.